ദിവസത്തെ ബൈബിൾ സ്റ്റഡിയായിട്ട് നാം ക്രമീകരിച്ചതാണ് ഈ മീറ്റിംഗ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ 3 ദിവസങ്ങളായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാൻ, ദൈവശബ്ദം കേട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവിന് പ്രസാദമായ ഒരു ജീവിതം നയിപ്പാൻ ആവശ്യമായ ആലോചനകൾ ദൈവത്തിൻ്റെ ദാസന് കൂടെ നൽകി തരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് പാട്ടുകൾ എഴുതുവാൻ ദൈവം കഴിവ് തന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുമാത്രമല്ല, പാടാനും കൃപ തന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. By the grace of God, the Lord has given to us those who are able to write hymns, and we have our brothers and sisters who are able to sing well. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പാടി ദൈവത്തിന് നന്ദി കരയറ്റുകയും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ ആയിരിക്കുകയും ചെയ്യുകയായിരുന്നല്ലോ. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനായി ബലപ്പെടുത്തി. അതോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ ദൈവത്തിന് ശുശ്രൂഷിപ്പാൻ കടന്നു വന്നിട്ടുള്ള ദൈവത്തിൻ്റെ ദാസനെ ചുരുക്കം വാക്കുകളിൽ പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണല്ലോ. ഇതിനകം തന്നെ താൻ പറയുകയുണ്ടായി, ഇവിടെയുള്ള പലരും തനിക്ക് പരിചിതരാണ് എന്ന്. Already he told many here are known to him. എങ്കിലും അധികം തന്നെ പരിചയമില്ലാത്തവർക്കായി ചുരുക്കം വാക്കുകളിൽ തന്നെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ബ്രദർ ജെയിംസ് എം തോമസ്. He is the eldest son of late evangelist M.V. തോമസ് ഓഫ് കുളത്തൂപ്പുഴ. തൻ്റെ വിശ്വാസികളായി നമുക്ക് പലർക്കും പരിചിതമാണ്. എന്തുകൊണ്ടെന്നാൽ താൻ അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ more than 68 ബുക്സ് താൻ എഴുതിയിട്ടുണ്ട്. അത് ദൈവജനത്തിന് വളരെ പ്രയോജനമായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് കർത്താവിൻ്റെ വിളി കേട്ട് ദൈവവേലയ്ക്കായി ഇറങ്ങിത്തിരിപ്പാൻ പ്രിയ സഹോദരന് ദൈവം കൃപ നൽകി. താൻ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിട്ട് ഇപ്പോൾ അനേക വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. തൻ്റെ വേലസ്ഥലമായി താൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നെടുമ്പാശ്ശേരി എന്ന സ്ഥലമാണ്. നെടുമ്പാശ്ശേരി നമുക്കെല്ലാവർക്കും സുപരിതമാണ്. എന്തുകൊണ്ടെന്ന് അവിടെ അടുത്താണല്ലോ എയർപോർട്ട്. ഇനിയും അവിടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്താൽ തൻ്റെ വീട്ടിലെത്താൻ അത്ര എളുപ്പമല്ല. നെടുമ്പാശ്ശേരി ആണെങ്കിലും എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ അകലെയാണ്. അവിടെ നമുക്കൊരു ചെറിയ സ്ഥലസഭയുണ്ട്. ആ സ്ഥലസഭയോട് ചേർന്ന് കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ അവർ മുന്നോട്ട് പോകുന്നു. തനിക്ക് ദൈവം ഒരു മകനെയും മകളെയും ദാനം ചെയ്തിട്ടുണ്ട്. അവരും ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരനെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകമായി താൻ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, താൻ 19ാമത്തെ വയസ്സിൽ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിത്തീർന്നു. അപ്പോൾ നല്ല ഡയബറ്റിക്സ്, ഷുഗർ ധാരാളം തനിക്കുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരനെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം ഈ ദിവസങ്ങളിൽ എൻ്റെ ദാസന് മതിയായ കൃപ നൽകി ബലപ്പെടുത്തട്ടെ. അങ്ങനെ നമുക്ക് സ്വർഗീയ ആലോചനകൾ കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ, നാം കേൾക്കുക മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതങ്ങൾക്ക് അത് പ്രയോജനമായി തീരുക മാത്രമല്ല, കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുവാൻ
ദൈവം നമ്മെ സഹായിക്കട്ടെ. നോട്ട് ഓൺലി ദാറ്റ് വി ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്, that we may apply it in our practical lives and we may be blessed in our Christian living. താൻ ഇന്ന് മലയാളത്തിൽ സംസാരിക്കുന്ന മെസ്സേജ് ബ്രദർ സിബി കുട്ടിമോൻ അത് ഇംഗ്ലീഷിലേക്ക് ഭാഷാന്തരം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി രണ്ട് സഹോദരന്മാർ ചുരുക്കമായി നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. ആദ്യം ബ്രദർ KVB രാജു, അതിനുശേഷം കുരിശിപ്പറ്റയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ബ്രദർ ബേബി തോമസും ചുരുക്കമായി നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. ഒടുവിൽ ബ്രദർ രാജു കെ മാത്യു പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ಅವಸಾನಿക്കുന്നതാണ്. ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಳ್ಳೋಣ. ನಮ್ಮನ್ನು ಬಹಳವಾಗಿ ಪ್ರೀತಿ ಮಾಡಿದ ಪರಲೋಕದಲ್ಲಿರುವ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನೇ, ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ನಿನ್ನನ್ನು ಸನ್ನಿಧಾನಕ್ಕೆ ಬರುವ ಹಾಗೆ ನಮ್ಮನ್ನೆಲ್ಲ ಕರ್ತನಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಹೌದು ಸ್ವಾಮಿ, ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇವೆ. ನಿನ್ನ ವಾಕ್ಯ ಸಂದೇಶವನ್ನು ಕೊಡಲಿಕ್ಕಾಗುವ ಹಾಗೆ ಅವರನ್ನು ದೂರದಿಂದ ಕರ್ತನಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಸ್ವಾಮಿ. ನಡಮಾಚಾರ್ಯರಲ್ಲಿ ಅವ್ರ ಸೇವೆ ನಿಮಿತ್ತ ಅಲ್ಲಿರುವಾಗ ಅವರನ್ನು ನಡೆಸ್ತಾ ಬಂದಕ್ಕಾಗಿ ನಾವು ಸ್ತೋತ್ರ ಮಾಡ್ತೇವೆ. ದಾನವಾಗಿ ಕೊಟ್ಟ ಅವರ 2 ಮಕ್ಕಳಿಗಾಗಿ ನಾವು ಸ್ತೋತ್ರ ಮಾಡ್ತೇವೆ ಸ್ವಾಮಿ. ಪ್ರಿಯ ದಾಸನು ಕೊಡುವಂಥ ವಾಕ್ಯವು ಟ್ರಾನ್ಸ್ಲೇಷನ್ ಮಾಡಿ ಭಾಷಾಂತರ ಮಾಡುವಂಥ ನಿನ್ನ ದಾಸನನ್ನು ನಿನ್ನ ಸಿಲುಬೆಯಲ್ಲಿ ಬರೆಯಲ್ಲಿ ಹೆಚ್ಚಿಟ್ಟು ಕಾಪಾಡಬೇಕಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇವೆ. ರೆವಲೇಷನ್ 1:3 ಹೇಳುವ ರೀತಿಯಲ್ಲಿ ಈ ಪ್ರವಾದನ ವಾಕ್ಯವನ್ನು ಕೇಳುವಂಥವನು ಅಥವಾ ಓದುವಂಥವನು ಅದರಂತೆ ನಡ್ಕೊಳ್ಳುವ ಧನ್ಯನೆಂಬುದಾಗಿ ದೇವರೇ, ನಿನ್ನ ವಾಕ್ಯವನ್ನು ಕೇಳೋದು ಮಾತ್ರ ಅಲ್ಲ, ಅದರಂತೆ ನಡೆಯುವಾಗ ಪ್ರವಾದನ ವಾಕ್ಯಗಳನ್ನು ನಾವು ಕೇಳೋ ಭಯಭಕ್ತಿಯಿಂದ ನಡೆಯುವಾಗೆ ನಡೆಸ್ಕೊಳ್ಬೇಕಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇವೆ ಸ್ವಾಮಿ. ನಮ್ಮ ಜೀವಿತವನ್ನು ಒಂದೊಂದು ದಿವಸ ಕೊಡೋದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡ್ತೇವೆ ಸ್ವಾಮಿ. ಹೌದು, ಭೂಮಿ ಆಕಾಶವು ಅಳೆದು ಹೋಗುವುದು, ಆದರೆ ನಿನ್ನ ಮಾತುಗಳು ಎಂದಿಗೂ ಅಳೆದು ಹೋಗುವುದಿಲ್ಲ ಹೇಳೋದಕ್ಕಾಗಿ ನಾವು ಸ್ತೋತ್ರ ಮಾಡ್ತೇವೆ. ನಿನ್ನ ವಾಕ್ಯದಂತೆ ನಾವು ನಡೆಯುವಾಗೆ ನಿನ್ನ ವಾಕ್ಯದ ಹಂಬಲಕ್ಕೆ ನಾವು ಬಂದಿದ್ದೇವೆ ಸ್ವಾಮಿ. ಬಾಯಾರಿದ ಜಿಂಕೆಯು ನೀರಿಗೆ ಹೇಗೆ ತವಕಪಡುತ್ತದೋ ಆ ರೀತಿ ನಾವು ವಾಕ್ಯದ ದಾಹಕ್ಕಾಗಿ ನಾವು ಬಂದಿದ್ದೇವೆ ಸ್ವಾಮಿ. ನೀನೇ ನಮ್ಮ ವಾಕ್ಯದಿಂದ ತೃಪ್ತಿಪಡಿಸಬೇಕಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇವೆ ಸ್ವಾಮಿ. ಬಂದಿರುವಂಥ ಪ್ರಿಯ ಸಹೋದರ ಸಹೋದರಿಯರನ್ನು ವಿಶೇಷವಾಗಿ ಆಶ್ರಯಿಸು ಕರ್ತನೆ. ಅವರಿಗೆ ಎಲ್ಲ ರೀತಿಯಲ್ಲಿ ಆರೋಗ್ಯಕರವಾಗಿ ನಡೆಸಿಕೊಡ್ತಾ ಬಂದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ವೃದ್ಧಾಪ್ಯದಲ್ಲಿರುವಂಥವರು ಯೌವನಸ್ಥರನ್ನು ನಡೆಸ್ತಾ ಬಂದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಈ ಸಭೆ ಕಳಿಸಲ್ಪಟ್ಟ ಸಭೆ ಸ್ವಾಮಿ, ಇದನ್ನು ವಿಶೇಷವಾಗಿ ಆಶ್ರಯಿಸಿ ಕಾರ್ಪೊರೇಷನ್ 2-3 ದಿವಸ ಇಟ್ಟುಕೊಳ್ಳುವಾಗಿ ಕರ್ತನ ತಾನೇ ಈ ಕೂಟವನ್ನು ನಡೆಸಿಕೊಡೋದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಇದನ್ನು ಯೋಜನೆ ಮಾಡಿದಾಗ ಇದಕ್ಕೆ ಆಗುವಂಥ ಎಲ್ಲ ವಿಷಯಗಳಲ್ಲಿ ಅವರು ತಾನೇ ತೊಡಗಿದ್ದು ನಡೆಸ್ತಾ ಬಂದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಒಳ್ಳೆಯ ವಾತಾವರಣ ಕೊಡೋದಕ್ಕಾಗಿ ನಾವು ಸ್ತೋತ್ರ ಮಾಡ್ತೇವೆ ಸ್ವಾಮಿ. ದಾಸರು ನಿನ್ನವರು, ಮಕ್ಕಳು ನಿನ್ನವರು ಸ್ವಾಮಿ. ನಿನ್ನ ವಾಕ್ಯವನ್ನು ಕೇಳೋದಕ್ಕೆ ನಮ್ಮನ್ನು ನಡೆಸ್ತಾ ಬಂದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಹೌದು ಸ್ವಾಮಿ, ಯಾರ್ಯಾರು ಮಾತ್ರ ನಮಗೆ ಅಂಗೀಕರಿಸಿದ್ರು ಅಂದರೆ ದೇವರ ಮಕ್ಕಳಾಗೋ ಅಧಿಕಾರ ಕೊಟ್ಟಿದೆ ಸ್ವಾಮಿ. ನಿನ್ನ ಮಕ್ಕಳಾಗೋ ಭಿನ್ನ ಭಾಷೆ ಭೇದ ಇಲ್ಲದೆ ಎಲ್ಲ ಒಂದೇ ರೀತಿಯಲ್ಲಿ ನಾವು ಜೀವಿಸುವಾಗಿ ನಡೆಸ್ತಾ ಬಂದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಕರ್ತನ ಕೃಪೆ, ಕರ್ತನ ಕಟಾಕ್ಷ ಈ ಆಲಯದಲ್ಲಿರಲಿ. ಬಂದಿರುವಂಥ ಪ್ರಿಯರು, ಬರುವಂಥ ಪ್ರಿಯರು ಹೌದು ಸ್ವಾಮಿ, ಎಲ್ಲ ನಡೆಸ್ಕೊಡ್ಬೇಕಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ. ಈ ಕೂಟವನ್ನು ಯಶಸ್ಕರವಾಗಿ ನಡೆಸ್ಕೊಡ್ಬೇಕಾಗಿ ವಿಶೇಷವಾಗಿ ಸಭೆಯಲ್ಲಿ ನಡೆಸುವಂಥ ವಿಶೇಷ ತಂಡ, ಸಂಗೀತ ತಂಡಕ್ಕಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇವೆ. ಹಾಗೆ ಸಂದೇಶ ಕೊಡುವಂಥ ತಂಡ ಸಹೋದರಿಗಾಗಿ ಭಾಷಾಂತರವಾಗಿ ನಾನು ಮಾಡ್ತೇವೆ. ಎಲ್ಲ ಕೂಟ ಯಶಸ್ಕರ ನಡೆಸ್ಕೊಡ್ಬೇಕಾಗಿ ನಮ್ಮ ರಕ್ಷಕನ ಒಡೆಯನು ಬೇಗ ಬರುವಂತ ಯೇಸು ಕ್ರಿಸ್ತ ಒಂದೇ ಹೆಸರಿನಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಬೇಡಿದ್ದೇವೆ ತಾವೇ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് അവിടുത്തെ പാദപീഠയെ ചേർന്ന് വന്ന് അവിടുത്തെ ഭക്തന്മാർ എഴുതിയ ഗാനങ്ങൾ പാടി അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ അവിടുത്തെ സ്തുതിക്കുന്നു. പകൽവേളകളിൽ വിവിധങ്ങളായിരുന്ന സ്ഥാനങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് കർത്താവേ, ഈ സന്ധ്യയിൽ അല്പസമയം അവിടുത്തെ സന്നിധിയിൽ ചേർന്ന് വന്ന് അവിടുന്ന് ഞങ്ങൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് അവിടത്തേക്ക് നന്ദി കരയേറ്റുവാനും കർത്താവെ അവിടുത്തെ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് രാത്രിയിൽ കേൾക്കുവാനും പിന്നെയും ഒരവസരം കൂടെ ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി നൽകിയതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും അവിടുത്തെ ദാനമാണ് കർത്താവെ, അത് ഓർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു ബൈബിൾ ക്ലാസ് നടത്തപ്പെടുവാൻ നിൻ്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തി കർത്താവെ, അവിടുത്തെ ദാസനെ അതിനായിട്ട് വിളിച്ചു ചേർക്കപ്പെട്ടു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് കൃപ തന്നതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. തൻ്റെ പിതാവിൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിപ്പാൻ
അവിടുത്തെ ദാസനെ അവിടുന്ന് കർത്താവെ വിളിച്ച് വേർതിരിച്ച് തോർത്ത് നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഈ നാളുകളിലായി കർത്താവ് അവിടുന്ന് തൻ്റെ കരങ്ങളിൽ തൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലവും പ്രിയദാസനിലൂടെ ഞങ്ങൾക്കും അവിടുത്തെ വചനം ശ്രദ്ധിക്കുവാൻ അവിടുന്ന് സാവകാശം ഒരുക്കി അവിടുത്തെ വചനവുമായിട്ട് അവിടുത്തെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചു തന്നു. അതൊക്കെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ രക്ഷിപ്പാൻ ഉൾനട്ടതായിരിക്കുന്ന ആ ശക്തിയുള്ള വചനം ഇന്ന് രാത്രികാലം സൗമ്യതയോടെ കൈക്കൊണ്ട് കർത്താവെ സന്തോഷത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ഈ രാത്രിയിലെ ശുശ്രൂഷകൾ കാരണമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം കർത്താവെ തികവുള്ളതാണ് എന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ട്. ആ തികവുള്ള ആ ന്യായപ്രമാണം അത് ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ്. കർത്താവെ, ഒക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. ആ ജീവനുള്ള വചനം ഇന്ന് രാത്രികാലം കർത്താവെ ഞങ്ങൾക്ക് ധാരാളമായിട്ട് അവിടെ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂട്ടിക്കൊണ്ടുവന്നല്ല നിൻ്റെ മക്കൾക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥലസഭയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ബെന്നി ബ്രദറിനും കുടുംബത്തിനുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതുപോലെ ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങൾ അല്പസമയം കർത്താവെ അവിടുത്തെ സന്നിധിയിലിരിക്കട്ടെ. അവിടുത്തെ വചനം ധാരാളമായിട്ട് നിൻ്റെ മകന് നൽകണം. കർത്താവെ, അത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും ഒക്കെ കാരണമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ നിറവിൽ കർത്താവെ ശുശ്രൂഷിപ്പാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. ഈ ദിവസങ്ങളിൽ ഇവിടെ നടത്തപ്പെടുന്നതായിരിക്കുന്ന ബൈബിൾ ക്ലാസ്സുകൾ കർത്താവെ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപയാകണം എന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിലായിട്ട് കർത്താവിൻ്റെ വചനം ഞങ്ങളോട് ധാരാളമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ കേട്ട് അനുസരിച്ച് കർത്താവെ അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തരായി നല്ല മക്കളായി കർത്താവെ നിലകൊള്ളുവാൻ ഞങ്ങളെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ആദ്യോടൊന്നും തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. മഹത്വമെല്ലാം അവിടുന്ന് എടുക്കണമേ. യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ അടിയങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പ്രിയ സഹോദരൻ ജെയിംസ് തോമസ് 2 പുസ്തകങ്ങൾ താൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് യൂദ എഴുതിയ ലേഖനം, മറ്റൊരു പുസ്തകം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് രണ്ടിനും കൂടെ 160 രൂപയാണ്. മലയാളം ബുക്സ് റിട്ടൺ ബൈ ബ്രദർ ജെയിംസ് തോമസ്. ബോത്ത് ഓഫ് ദിസ് ടുഗദർ ഇറ്റ് ഈസ് 160 റുപ്പീസ്. പക്ഷേ ഈ പ്രത്യേക മീറ്റിങ്ങുകളിൽ താനൊരു ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. ഇത് രണ്ടും 160ൻ്റെ 100 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. മീറ്റിംഗ് കഴിഞ്ഞ് ഈ പുസ്തകം തന്നിൽ നിന്നും വാങ്ങാൻ താനോട് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് വാങ്ങണമെന്നും പ്രത്യേകം അപേക്ഷിക്കുന്നു. മറ്റ് സ്ഥലസഭകളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അഗപ്പെ അസംബ്ലിയിൽ നിന്നും അതുപോലെ രാമചന്ദ്രപുര ശിലോ ബ്രദർ അസംബ്ലിയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ നന്ദിയും സ്വാഗതവും അറിയിക്കുന്നു. നമുക്ക് തുടർന്ന് ദൈവജനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം. ഇപ്പോൾ ജെയിംസ് ഓവറിലും സിബിയും മുന്നോട്ട് വന്ന് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നു. സ്നേഹവന്ദനങ്ങൾ അറിയിക്കുവാൻ ഒത്തിരി സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. I have great joy in my heart to convey my loving greetings to you. മിസ്പ അസംബ്ലിയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. This is the first time I'm visiting the Mispa Assembly. എന്നാൽ ഇതിനു മുൻപ് ഇവിടെയുള്ള മറ്റ് സ്ഥലം സഭകളിൽ ഞാൻ ശുശ്രൂഷിക്കായിട്ട് വന്നിട്ടുണ്ട്. But I have had the chance to visit other local assemblies in the city. തന്നെയുമല്ല 17ാമത്തെ വയസ്സ് മുതൽ ഇവാഞ്ചൽ റേഡിയോയുടെ സന്ദേശങ്ങൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫീഡ്ബാക്ക് വരാറുണ്ട്. And also right from the time I was 17, I've had the chance to visit Bangalore in connection with the Evangel Ministry in FEBA Radio. എന്നെ സ്നേഹിക്കുന്ന പലരെയും ഇന്ന് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. And I'm also glad that I could see many people who I love and those who I am loved by. പ്രിയ കർത്താവിന്റെ ദാസനെ പറ്റി ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സ്ഥലം സഭയെ പറ്റിയും I've heard much about the servant of God here as well as this local assembly. അതുപോലെ പ്രിയപ്പെട്ടവരുടെ പേര് പലരുടെയും പറയണമെന്നുണ്ട്. എങ്കിലും ആരെങ്കിലും വിടുമോ എന്നുള്ള ഭയം കൊണ്ട് തൽക്കാലം അതിന് മുതിരുന്നില്ല. സമയം മുന്നിലുണ്ടല്ലോ. Although I want to state a few names, I fear that I might forget some and we have limited time before us. നമ്മുടെ മുൻപിലുള്ള സമയം നമുക്ക് വളരെ തക്കത്തിൽ വിനിയോഗിക്കാം. Let us tactfully use the time that is before us. ഒരു അശ്രദ്ധയും നമുക്ക് തുടർന്നുള്ള മിനിറ്റുകളിൽ പാടുള്ളതല്ല.
it is important that we have no other distraction in the time ahead. ഇന്ന് മുതലുള്ള ഈ സ്പെഷ്യൽ ബൈബിൾ സ്റ്റഡിയിൽ നാം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവ് എനിക്ക് നൽകിയത് ഒരു പ്രത്യേക വിഷയമാണ്. It is a special topic that the Lord gave to me in connection with the special meetings here. അത് തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. I am not going to attempt to finish it. എന്നാൽ ഇവിടെ എന്താണ് കർത്താവിന് പറയാനുള്ളത് അത് പറയുവാൻ ഞാൻ എന്നെ വിധേയപ്പെടുത്തി കൊടുക്കും. But I am submitting myself so that the Lord would speak what He wants me to say here. അതുകൊണ്ട് ഇന്ന് മുതലുള്ള ഈ സെഷൻസിൽ നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ എനിക്ക് ഒത്തിരി ആവശ്യമുണ്ട്. And so I urge you and solicit your prayer and attention for the classes ahead. ആ വിഷയം ഇതാണ്, യഥാർത്ഥ ദൈവഭക്തി എന്നുള്ളതാണ്. And the topic is true or genuine piety or godliness. നമുക്കറിയാം ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ് നാം ഈ കേട്ട വിഷയമെന്ന് പറയുന്നത്. What we just heard is a great desire that God has for us. ഭക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. We have various pictures in our mind when I talk about the word reverence or piety. ഭൂമിയിലെ ചിന്തകൾക്ക് അനുസൃതമായിട്ടാണ് പലപ്പോഴും നമ്മളും ഭക്തി എന്നുള്ളത് ചിന്തിക്കാറുള്ളത്. And we relate these pictures with what we see around us. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഒത്തിരി ഭക്തന്മാർ ഒത്തിരി പാട്ട് പാടും. We at times think that many holy men sing different songs. ശരിയാണ്, അവർ പാടും, പക്ഷെ പാടുന്ന എല്ലാവരും ഭക്തരല്ല. It is true that they sing, but not all who sing are holy. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് പ്രസംഗിക്കുന്നവരൊക്കെ ഭക്തരാണ്. Sometimes we tend to think that those who preach are reverent. ഒരിക്കലുമല്ല. Not so. പ്രസംഗിച്ചുകൊണ്ടും പാപം ചെയ്യാം. It is possible for you to preach and sin. പാപം ചെയ്തുകൊണ്ടും പ്രസംഗിക്കാം. You can be in sin as well and at the same time preach. എന്നാൽ ഭക്തർ പ്രസംഗിക്കും, അത് വേറൊരു വിഷയമാണ്. But it is true that those who are pious will preach. എനിക്ക് വേണ്ടി ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ When I studied this topic for myself, എൻ്റെ ജീവിതത്തിൽ അനേക കുറവുകളെ കർത്താവിന്റെ ആത്മാവ് കാണിച്ചു തരികയുണ്ടായി. the Spirit of God pointed out to many shortcomings in my own life. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു കുറിവാക്യത്തിലേക്ക്, ആദ്യം നമുക്കൊരു കീ വേർഡ്സിലേക്ക് നമുക്ക് കടന്നു വരാം. And so let us come to a key verse at the onset. സങ്കീർത്തനങ്ങൾ 4 Psalm 4. അതിന്റെ 3-ാം വാക്യത്തിലെ ഒരു പദപ്രയോഗത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കാനായിട്ട് ഈ പഠനം ആഗ്രഹിക്കുന്നു. And we intend to begin with a phrase that is mentioned in verse number 3. അവിടെ നമ്മൾ വായിക്കുന്നു 4-ാം സങ്കീർത്തനം 3-ാം വാക്യത്തില് In Psalm 4:3 we read, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീൻ. the Lord hath set apart him that is godly for himself. അവിടെ ഒരു പദപ്രയോഗമുണ്ട്, യഹോവ ഭക്തനെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. There we see a phrase being used that the Lord hath set the godly. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഒരു വിശ്വാസിയെ കുറിച്ചുള്ള പരമപ്രധാനമായ ഇഷ്ടമാണിത്. This is the most important desire God has for a believer. പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ വരുന്നൊരു തെറ്റുണ്ട്. There is usually an error that we commit when we teach and preach. ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രസംഗവേദികൾ ഉണ്ടായിരുന്നതും ഇന്ന് ഇല്ലാത്തതുമായ ഒരു വിഷയമാണ്. It is a topic that was present at one time from our pulpits and which is absent in these days. നമ്മൾ പറയും രക്ഷിക്കപ്പെടണം. We tend to say that you need to be born again. തീർച്ചയായിട്ടും ആവശ്യമാണ്. Surely it is necessary. പിന്നീട് നമ്മൾ പറയും സ്നാനപ്പെടണം. Then we say that you need to be baptized. പിന്നീട് നമ്മൾ പറയും കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കണം. And then we say you need to take part in the Lord's ഈ table. 3 വിഷയങ്ങളും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയി എന്നൊരു ചിന്തയാണ് പിശാച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. The devil brings a notion that if we are practicing or exercising these 3, then we are perfect. പക്ഷെ അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം വ്യക്തമാക്കി പറയുന്നത്. But the scripture makes it very clear that it is not so. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ ഗ്രേറ്റ് കമ്മീഷനിൽ അന്ത്യനിയോഗത്തിൽ മഹത്തായ നിയോഗത്തിൽ In the Great Commission that is stated in Matthew 28, നമ്മുടെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, this is how the Lord says, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയും to everyone who believes you need to baptize them in the name of the Father, Son and the Holy Spirit, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം അവരെ ശിഷ്യരാക്കുകയും and that you need to make them disciples so that they would keep the commands that I have given to you. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു ഫ്രേസാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. And the phrase that is most important there is similar to what we read here. നാം യഹോവയുടെ ഭക്തന്മാരായി തീരണം. For we need to become godly for the Lord, or we are godly to the Lord. ഈ ചിന്ത എൻ്റെ മനസ്സിനെ ഇന്നിങ്ങോട്ട് വരുന്ന വഴികളിലൊക്കെ വല്ലാതെ മതിക്കുകയും പുതിയതായി കടന്നു വന്ന ഒരു ചിന്തയുമാണ്. This is a thought that newly came to me and something that governed my thoughts as I came here. ഞാൻ ആരെയും കാണിക്കാൻ ഭക്തനാവുകയല്ല. I am not becoming godly to show it off to anybody. എന്റെ സ്ഥലം സഭയിലെ വിശ്വാസികൾക്കിടയിൽ അവരുടെ സർട്ടിഫിക്കറ്റിനായിട്ട് ഞാൻ ഭക്തനാവുകയല്ല. Neither am I trying to be godly so that I would get a certificate among the members of my local assembly. മനുഷ്യന്റെ യാതൊരു സർട്ടിഫിക്കറ്റും അല്ല എനിക്ക് പ്രധാനമായിട്ടും വേണ്ടത്. Neither am I waiting for any certificate that I consider most important among men. ഇവിടെ വ്യക്തമായിട്ട് പറയുക യഹോവയുടെ ഭക്തനായിട്ട് തീരണം. Here it is specifically stating that you need to be godly for the Lord. ഇന്നൊരു പക്ഷെ നമ്മുടെ ആദ്യത്തെ സമയങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നാളെ നമ്മുടെ ക്ലാസ്സിന്റെ ഗൗരവകരമായ വിഷയങ്ങളിലേക്ക് കടക്കാം. Let me just give you a few points this evening and then we'll get into the more important ones in the classes to follow. നമ്മൾ ആരുടെ ഭക്തരാണ് എന്നുള്ളതിലാണ് വിഷയമുള്ളത്. The subject lies in who are we godly to? യഹോവയുടെ ഭക്തരാണ്. We are godly to the Lord. അവൻ ആരാണ് വാസ്തവത്തില്? And who is this individual? നമുക്കറിയാം നമ്മുടെ കർത്താവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ We know when we know or learn about the Lord അവിടുന്ന് ഭയപ്പെടുവാൻ യോഗ്യനായിട്ടുള്ള ദൈവമാണ്. that he is a God who is worthy to be feared. എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ചിന്തകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. I am resting many thoughts that are coming to my mind, but I am going to state this particularly. പഴയ നിയമത്തിൽ മഹാപുരോഹിതന്മാരൊക്കെ ഭയപ്പെട്ടിരുന്ന ഒരു നാമമാണ് ഈ കർത്താവിന്റെ നാമം. This is the name that the priests of the Old Testament greatly revered. അവിടുന്ന് സൃഷ്ടാവായ ദൈവമാണ്. He is the creator God. അവിടുന്ന് നമ്മുടെ ചിന്തകളെ ദൂരത്ത് നിന്നേ അറിയുന്നവനാണ്. He knows our thoughts afar. അവിടുത്തേക്ക് മറഞ്ഞിരിക്കുന്ന യാതൊരു കാര്യങ്ങളുമില്ല. There is nothing hidden from him. അവൻ ഭയപ്പെടാൻ യോഗ്യനാണ്. He is worthy to be എന്റെ feared. മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയിൽ നിന്ന് ആരംഭിക്കട്ടെ. Let me begin with a thought that comes to my mind. ചരിത്രത്തിൽ ഇങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ട്. We've read like this in history. എന്റെ പിതാവിന്റെ പ്രസംഗത്തിലാണ് ഞാൻ അത് ആദ്യമായിട്ട് കേൾക്കുന്നത്. I heard about this for the first time in a sermon that my dad gave. ഈ പഴയ നിയമത്തിന്റെ ഈ ഇന്നത്തെ പ്രിന്റിംഗ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. A time when there was no print available of the Old Testament. ആ ശാസ്ത്രിമാര് ദൈവത്തിന്റെ തിരുവെഴുത്ത് എഴുതുകയായിരുന്നു അന്ന്. This was the time when the scribes were writing the scriptures. അവര് എഴുതുമ്പോൾ യഹോവ എന്ന നാമം അവർ കാണുമ്പോൾ ഒരു കാര്യം ചെയ്തിരുന്നു. There was one thing that they did when they saw the name Yahweh in the scriptures. അവർ ആ സ്ക്രിപ്ചറിലെ സ്ക്രോളിലെ തുകലിൽ അത് എഴുതി ചേർക്കുമ്പോൾ When they were adding it into the scroll in which they were writing, അവരുടെ പേനയിലെ മഷി അവർ ഡ്രോപ്പ് ചെയ്ത് കളയും. they would drop the ink of the quill that they used. എന്നിട്ടത് വീണ്ടും കഴുകും. And then they would wash it once. വീണ്ടും മഷി നിറയ്ക്കും. And they would fill the ink in the quill again. എന്നിട്ട് അവർ ഭക്തിയോടെ എഴുതും യാഹ്വേ യഹോവ. And then with great reverence they would write Yahweh. ഒരു പദത്തിൽ ഒരു വരിയിൽ ഒരു ലൈനിൽ 5 പ്രാവശ്യം വന്നാൽ 5 പ്രാവശ്യം അവർ അത് ചെയ്യും. If it came once in a single line, if it came for 5 times, they would do this exercise 5 times. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ. Let me state this very specifically. ഇങ്ങനെ ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവമാണ് ഇന്ന് രാത്രിയിൽ നമ്മളെ അവിടുത്തെ ഭക്തിയിൽ ജീവിക്കാൻ വിളിക്കുന്നത്. A God who is worthy to be feared in this sense is the God who is calling us to be നമ്മുടെ godly. ഹൃദയത്തിന്റെ മുഴുവൻ ചിന്തകളെ അറിഞ്ഞുകൊണ്ട് കർത്താവ് നമ്മളെ വിളിക്കുക. The Lord is calling us to be godly, knowing the very intents of our heart. നമ്മൾ കേട്ടതുപോലെ നമ്മുടെ കർത്താവിന്റെ വരവ് വളരെ സമീപമായി. As we heard, the coming of the Lord is near. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർസ് കിട്ടുമോ ക്രൗണില്? Will we get any stars in our crown when we stand there? ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുമ്പോൾ പെർഫെക്റ്റ്ലി അവിടുന്ന് ആവശ്യപ്പെടുന്നത് നാം അവിടുത്തെ ഭക്തരായി തികഞ്ഞവരായി തീരണമെന്നുള്ളത്. What God desires of us when He looks at us is that we may become perfect by being godly to Him. അതുകൊണ്ട് ഈ പഠനം നമ്മളെ ആ ഭക്തിയിലേക്ക് നയിക്കാൻ കർത്താവ് സഹായിക്കും. And so may these studies help us or lead us to that godliness. ആരാണ് യഥാർത്ഥ ഭക്തൻ അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ ഭക്ത? Who is godly? നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം. Let us come back to the scriptures. ഒന്നാമത്തെ വിഷയം ആരാണെന്ന് പറഞ്ഞിട്ടുള്ളത് സദൃശവാക്യത്തിലാണ്. The first
first thing is for it to state who is godly is mentioned in Proverbs. 8-ാം അധ്യായം സദൃശവാക്യം Proverbs chapter number 8. അതിന്റെ 13-ാം വാക്യമാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചു തുടങ്ങുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. I am trusting in the Lord to begin by looking at verse number 13 of chapter 8 in നമ്മൾ Proverbs. ഇങ്ങനെ വായിക്കുന്നു, This is how we read there. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകും. The fear of the Lord is to hate evil. എന്നിട്ട് അവിടെ ഇങ്ങനെ പറയുകയാണ്, This is how it states there. ദമ്പം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. Pride, arrogancy, and the evil way, and the froward mouth do I hate. യഹോവ ഭക്തി എന്ന് പറയുന്നത് ദോഷത്തെ വെറുക്കുന്നതാണ്. The fear of the Lord is something that hates evil. അപ്പൊ എന്താ യഥാർത്ഥ ഭക്തി? So what is the true fear of God? 2 പദങ്ങൾ അവിടെ ഉണ്ട്. There are 2 phrases used there. ഒന്ന്, One, ഞാൻ ദോഷത്തെ വെറുക്കുന്നു. that I hate evil. 2, ഞാൻ ഈ പാപങ്ങളെ പകയ്ക്കുന്നു എന്നുള്ളതാണ്. The second is that I despise these sins. അപ്പോൾ പാപത്തെ വെറുപ്പോടും പകയോടും കൂടെ കാണപ്പെടുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. So a true godliness is to look at evil with hate and despising it. നമുക്കറിയാം, നമ്മൾ സാധാരണ എങ്ങനെ പറയാറുണ്ട്, Usually we state like this, ദൈവം പാപിയെ സ്നേഹിക്കുന്നുണ്ട്, that the Lord loves sinners. യാതൊരു സംശയം അതിനില്ല. There is no doubt about it. പക്ഷെ ദൈവം പാപിയെ സ്നേഹിക്കുമ്പോഴും പാപത്തെ എന്ത് ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല. While God loves sinners, it also stands true that He does not love sin. ഒരിക്കലും പാപവുമായിട്ട് ദൈവത്തിന് യാതൊരു കൂട്ടും കൂടാനായിട്ട് സാധിക്കത്തില്ല. God does not have any allegiance or friendship with sin. അങ്ങനെ കൂടാൻ കഴിയുമായിരുന്നെങ്കിൽ കാൽവറിയിൽ ഒരു ക്രൂശ് ഉയരണ്ടായിരുന്നു. If God could have any friendship with sin, then there was no need for a cross or for the cross of Calvary. കാൽവറിയുടെ ക്രൂശിൽ ദൈവം തന്റെ പുത്രനെ തകർത്ത് കളയുമ്പോൾ പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ആറ്റിറ്റ്യൂഡിനെ ദൈവം വെളിപ്പെടുത്തുകയാണ്. When God crushed His Son on the cross of Calvary, it showed God's attitude towards sin. ഞാൻ പല കൺവെൻഷനുകളിൽ പറയുന്ന ഒരു വിഷയം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ് മുൻപിലേക്ക് പോകാൻ പ്രേരണയുണ്ട്. I have an inspiration to state something that I usually state in convention meetings. എന്തുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ ഇങ്ങനെ തകർത്ത് കളയാൻ പിതാവിന് മനസ്സുണ്ടായി? Why did God the Father will to crush His Son in the manner that He did? അതിനൊരൊറ്റ കാര്യമുള്ളൂ. There is only one reason for it. കാൽവറിയുടെ ക്രൂശിൽ കിടക്കുമ്പോൾ That when He was on that cross, ദൈവം തന്റെ പുത്രനെ അല്ല അവിടെ കണ്ടത്. He did not see His Son on that cross. മറിച്ച് സകല ലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ, കർത്താവിനെ കാണുകയാണ്. Instead, God the Father saw the Lamb of God who bore the sins of the world on Himself. അവന്റെ മേൽ നമ്മുടെ പാപത്തെ ചുമത്തി. Our sins were put upon Him. ലോകത്തിലെ സകല മനുഷ്യരും നരകത്തിൽ അനുഭവിക്കേണ്ട എല്ലാ ശിക്ഷകളും ക്രൂശിൽ തന്റെ പുത്രന്റെ മേൽ ചുമത്തി. The punishment that all humanity had to undertake in hell was put upon His Son on the cross. ഇത് കാണിച്ചോണ്ടാ ദൈവം പറയുന്നത്. It is showing this that God states, നീ എന്റെ ഭക്തനായി ജീവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കാൽവറിയിൽ കാണിച്ചു തന്നിട്ടുള്ള ആ വെറുപ്പ്, പാപത്തോടുള്ള വെറുപ്പ് നിനക്കുണ്ടാകും. that if you need to live a godly life, then you need to show the hate that I showed towards sin on the cross of Calvary. രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് വളരെ വ്യക്തമായിട്ട് ഞാനിങ്ങനെ പറയട്ടെ. Let me very specifically state to the born again believers. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് ദൈവം ഒരു പക്ഷേ കണ്ണടച്ചേക്കുന്നത്. Many a times we tend to think that God would turn a blind eye upon us. ഒരിക്കലും ദൈവം രക്ഷിക്കപ്പെട്ടവരുടെ പാപത്തെ കണ്ണടച്ചു വിടുമെന്ന് ആരും ചിന്തിക്കരുത്. Nobody must think that God would turn a blind eye upon the sins of a believer. ഇന്ന് രാത്രി വളരെ വ്യക്തമായി പറയാം, This night I'd like to very clearly state, നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിച്ചിട്ടുണ്ട്. God has forgiven all the sins that we have committed before we were born again. അവിടുത്തെ സർവജ്ഞാനത്തിൽ In His omniscience, നമ്മുടെ വരാൻ പോകുന്ന പാപങ്ങൾക്കും പരിഹാരം വരുത്തിയിട്ടുണ്ട്. He has brought about a solution for the sins that we will commit. പക്ഷെ അത് നമുക്ക് പാപം ചെയ്യാനുള്ള അനുവാദമായി വചനം പറയുന്നില്ല. But the scripture does not say that it is a permission for us to sin. വിശുദ്ധിയുടെ കണ്ണുള്ള ദൈവം, God who has holy eyes, വിശുദ്ധനായ ദൈവം, the holy God, യാതൊരു കോംപ്രമൈസും പാപം ചെയ്താൽ കാണിക്കുന്നവനല്ല. will not show any sort of compromise towards sin. എന്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. Let me take you along
along to a picture that comes to my mind. നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഒരു വാക്യത്തിലേക്ക് വരാം. Let us come to a verse, സംഖ്യാപുസ്തകം the book of Numbers, 20-ാം അധ്യായം, chapter number 20, അതിന്റെ 12-ാം വാക്യം. verse number 12. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം. Numbers 20:12. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. There we read like this. പിന്നെ യഹോവ മോശയോടും അഹരോനോടും നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്ന് ദൈവം അരുളിച്ചെയ്തു. And the Lord spake unto Moses and Aaron, because ye believed me not to sanctify me in the eyes of the children of Israel, therefore ye shall not bring this congregation into the land which I have given thee. നമുക്കറിയാം ഇസ്രായേൽ മക്കള് ഈ പറയുന്ന കനാൻ നാട്ടിലേക്ക് പോവുകയാണ്. Here we know that the children of Israel are proceeding towards Canaan. കനാൻ ഒരിക്കലും സ്വർഗ്ഗത്തിന്റെ നിഴലല്ല. Canaan is not the shadow of heaven. നമ്മൾ പാടാറുണ്ട്, മനോഹരമായ കനാൻ ദേശമേ അതെനിക്ക് കഴിയാത്തൊരു അവകാശമാണ്. We usually sing how wonderful is the land of Canaan, and that is an inheritance that I will not lose. പക്ഷേ കനാൻ ഒരിക്കലും സ്വർഗ്ഗത്തിന്റെ നിഴലല്ല. But Canaan is not a picture of heaven. പിന്നെന്താ അത്? Then what is it? അത് ഉയർന്ന നിലവാരത്തിലുള്ള ക്രിസ്തീയ ജീവിതമാണ്. It is a Christian life at a higher ground. കാരണം The reason for it, കനാനിൽ മരണം ഉണ്ടായിരുന്നു. because there was death in Canaan. സ്വർഗ്ഗത്തിൽ മരണമില്ല. There is no death in heaven. കനാനിൽ രോഗമുണ്ടായിരുന്നു. There was disease in Canaan. സ്വർഗ്ഗത്തിൽ രോഗമില്ല. But it is not in heaven. കനാനിൽ യുദ്ധമുണ്ടായിരുന്നു. In Canaan there was war. സ്വർഗ്ഗത്തിൽ യുദ്ധമില്ല. There was no war in heaven. There is no war in heaven. അശുദ്ധന്മാരായ മനുഷ്യന്മാരും ഉണ്ടായിരുന്നു. In Canaan there were those who were unclean. പക്ഷെ സ്വർഗ്ഗത്തിൽ യാതൊരു അശുദ്ധനുമില്ല. But there is no one unclean in heaven. ഈ കനാനിലേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ മക്കൾ നാം കാണുന്നത് പോലെ സീൻ മരുഭൂമിയിലേക്ക് വരികയാണ്. We understand that the children of Israel are reaching the wilderness of Sin. പക്ഷെ അവർക്ക് വെള്ളമില്ല. But they have no water. ചുരുക്കി പറയട്ടെ, Let me summarize. ദൈവം മോശയോട് പറഞ്ഞു, God told Moses, നീ ഒരു കാര്യം ചെയ്യുക, this is what you ought to do. നീ ആ പാറയോട് കൽപ്പിക്കുക, അത് നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം നൽകി തരും. You must command that rock and it would give you the water that you need. പക്ഷെ നാം വായിക്കുന്ന പോലെ But as we read, മോശ അവിടെ കൽപ്പിക്കുകയല്ല ചെയ്തത്, Moses did not command, 2 പ്രാവശ്യം അതിനെ അടിച്ചു. but he hit it twice. പലപ്പോഴും മോശയെ നമ്മൾ കുറ്റം പറയല്ലേ? Many a times we blame Moses, നമ്മളാണെങ്കിൽ അതിലും വലിയ പാപം ചെയ്യുമായി. but we would perhaps do something greater. നമ്മുടെ സഭയിൽ ഒരാൾ നമ്മളോട് മുഖം കാണിച്ചാൽ നമ്മൾ ക്ഷമിക്കുമോ? Do we forgive somebody who behaves inappropriately towards us in our assembly? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് വിട്ടു പറഞ്ഞാൽ നമ്മൾ അല്പം താഴുമോ? Will we humble ourselves if somebody speaks an extra word at home? ജോലി സ്ഥലത്ത് നമ്മൾ അല്പം ക്ഷമിക്കുമോ? Do we forgive in our places of work? 40 ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു മനുഷ്യന്റെ നേരെ നിൽക്കുകയാണ്. 40 lakh people are standing against one man. പക്ഷേ അവൻ അതിനെ ആ വിഷമം കൊണ്ടായിരിക്കാം അവൻ അതിനെ അടിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ What കഴിയുന്നത്. we see there may be a result of their attitude towards him. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, But you need to carefully pay ദൈവം attention. മോശയോട് പറയുന്നു, നീ കനാനിലേക്ക് പ്രവേശിക്കുകയില്ല. But God is telling Moses that you will not enter Canaan. പലപ്പോഴും ഞാൻ വളരെ വിങ്ങുന്ന ഹൃദയത്തോടെ അല്പം തട്ടിപ്പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. With a trembling heart at times when there have been times when I have asked God, കർത്താവേ, ഇത്രയും വലിയൊരു ശിക്ഷ ഇദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു. oh Lord, was there a need for you to punish Moses in this way? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. May I request you also to think, 40 വർഷം ഈ മനുഷ്യൻ എന്തിനാ നടന്നേ? why did this man walk for 40 years? 40 വർഷം ഇവര് പറയുന്ന കുറ്റം മൊത്തം ശാന്തമായി കേട്ടതിന്റെ ആഗ്രഹം എന്താ? What was the desire of the man who heard patiently all the complaints of the people who followed him? 40 വർഷം ഓരോ ചുവട് വെക്കുമ്പോഴും For 40 years when he kept each step, മോശയുടെ മനസ്സിൽ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. there was a dream in Moses' mind. എനിക്ക് കനാനിൽ പ്രവേശിക്കണം, I need to enter Canaan. എനിക്ക് കനാനിൽ പലത് ചെയ്യണം, There is much I need to do in എനിക്ക് എന്റെ Canaan. ജനത്തോട് കൂടെ കനാനിൽ വിശ്രമിക്കണം. I need to rest along with my people in Canaan. അതെന്റെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്ത ഭൂമിയാണ്. That is the land that was promised to my fathers. പക്ഷേ But ദൈവം അനുസരണക്കേടിന് ഭക്തിയില്ലാതെ ജീവിച്ചതിന് മോശയ്ക്ക് കൊടുത്ത ശിക്ഷ അതികഠിനമായ ഒരു ശിക്ഷയായി. for the absence of godliness and disobedience, the punishment given to Moses was strict. നിങ്ങൾ എന്നോട് ചേർന്ന് ചിന്തിക്കാമോ? May I request you to think along with me? ആവർത്തന പുസ്തകം ബുക്ക് ഓഫ് ഡ്യൂട്രോണമി അവസാനിക്കുന്ന
അവസാനിക്കുമ്പോൾ, when the book of Deuteronomy concludes, ദൈവം മോശയെ ഈ പറയുന്ന പിസ്ഗയുടെ മുകളിലേക്ക്, നെബോയുടെ മുകളിലേക്ക് വിളിക്കുകയാണ്. God is calling Moses onto the top of Mount Pisgah. അവിടെ വന്നിട്ട് ദൈവം ഒരു കാര്യം പറയുന്നു. There God states something. നീ മരിക്കാനായിട്ട് പോവാ. He said, you're going to നീ die. മരിക്കാനായിട്ട് പോവാ. Moses, you're going to die. നീ കനാനിലേക്ക് പോവുകയില്ല. You will not enter Canaan. ഞാൻ അങ്ങനെ വിശ്വസിക്കട്ടെ. Let me believe it in this way. അപ്പന്റെ മുഖത്തേക്ക് ഒരു മകൻ നോക്കുന്നത് പോലെ, As a son would look at the face of the father. വളരെ പ്രതീക്ഷയോടുകൂടെ ദൈവത്തിന്റെ മുഖത്തേക്ക് മോശ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കാണും. With great expectations, Moses would have looked and said this, കർത്താവേ, ഒരു രാത്രി, ഒരൊറ്റ രാത്രി, Oh Lord, just one night. ഒരൊറ്റ രാത്രി എനിക്ക് കനാനിലൊന്ന് വിശ്രമിക്കുവാൻ, ഉറങ്ങി എഴുന്നേൽക്കുവാൻ അങ്ങനെ അനുവദിക്കണം. If you can give me one night for me to rest and to see one night to sleep in that promised ദൈവം പറഞ്ഞു, land. ഇല്ല, നീ എന്നെ വിശുദ്ധീകരിച്ചില്ല. The Lord says that you did not sanctify me, That means നീ എന്നെ വിശുദ്ധമായി എന്റെ നാമത്തെ സൂക്ഷിച്ചില്ല. which means you did not guard my name as holy. അല്പം കൂടെ നമ്മുടെ വിഷയത്തോട് ചേർന്ന് പറഞ്ഞാൽ, If we were to speak about this in connection with the topic we have, ഭക്തി പ്രകടിപ്പിക്കേണ്ട സമയത്ത് നീ പ്രകടിപ്പിച്ചില്ല. you did not display godliness when you should have. നിന്റെ സിറ്റുവേഷൻസ് കൊണ്ട് നിന്റെ ഹൃദയം എന്നിൽ നിന്ന് ഏകാഗ്രമായില്ല. Your heart was not aligned with me as a result of the circumstance you were in, അതുകൊണ്ട് നീ ഒരിക്കലും കനാലിൽ as a പ്രവേശിക്കില്ല. result of which you will never enter the land of Canaan. ഞാൻ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയട്ടെ, Let me very specifically state this. ഇന്ന് രാത്രിയിൽ ഭക്തിയോടെ ജീവിക്കുന്നതിൽ നിന്നൊരു വിട്ടുവീഴ്ച താങ്കൾ ചെയ്താൽ, If you compromise from living a godly life this evening, ഒരു സംശയവും വേണ്ട, there is no doubt കനാനിൽ പ്രവേശിക്കുകയില്ല. you will not enter Canaan. സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല ഞാൻ I'm പറഞ്ഞത്. not saying you will not enter heaven. സ്വർഗത്തിൽ കർത്താവ് കൊണ്ടുപോകും, അത് അവിടുത്തെ പ്രോമിസാണ്. It is a promise that the Lord will take you to heaven. പക്ഷേ ആത്മികമായി നിനക്ക് പലതും ചെയ്യാൻ പറ്റുകയില്ല. But there is nothing you can do spiritually. വാസ്തവത്തിൽ നമ്മൾ വളരെ ശക്തരായിട്ടാ ദൈവം നമ്മളെ വെച്ചിട്ടുള്ളത്. Honestly, God has kept us with great strength. കാരണം The reason for it is സകലത്തെയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. because the Spirit of God which created all things is in our hearts. നമ്മളെ സഹായിക്കാനായിട്ട് ഭൂമിയിൽ പരിശുദ്ധാത്മാവുണ്ട്. The Holy Spirit is in our hearts in this world to help us. നമ്മളെ സഹായിക്കാൻ പിതാവിന്റെ മുൻപിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവുണ്ട്. There is Christ who is at the right hand of the Father mediating for us. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം ദൈവം കയ്യിൽ തന്നിട്ടുണ്ട്. The Lord God has given us His word in our hands. നമ്മളെ ശക്തിപ്പെടുത്താനായിട്ട് സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. We also have a great cloud of witnesses surrounding us to strengthen us. നമ്മുടെ കൈ പിടിക്കാൻ ദൈവദൂതന്മാർ റിയലി നമുക്കുണ്ട്. We truly have the angels of God to hold our hands. ഇതെല്ലാം നമുക്കുണ്ടെങ്കിലും Although we have all of this, ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ, let me state one thing very ഇന്ന് clearly. രാത്രി ജീവിതത്തില് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ പാപമുണ്ടെങ്കിൽ ദൈവത്തിന് താങ്കളെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. If you have secret sins or a public sin, then God cannot use you. പലരെയും ദൈവം ഉപയോഗിക്കാത്ത അറിവില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. Many of them are not being used by God, not because they are not able, പൈസ ഇല്ലാത്തതുകൊണ്ടുമല്ല, not because they don't have money. നമുക്ക് പല കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ദൈവം ആഗ്രഹിക്കാത്തത്, ഉപയോഗിക്കാത്തത്. It is not that we don't have different things that God is not using us. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ട്യൂൺ ചെയ്യാത്തത്. It is because we do not tune our lives, aligning it to the desires of God. ഞാൻ പലപ്പോഴും പലയിടത്തും ഇങ്ങനെ പറയാറുണ്ട്. Many a times I state like this in various എന്റെ places. ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമാത്. A lesson that I have learned from the experience of my own life. ഒരാളെ ദൈവത്തിന്റെ പ്ലാനിൽ ദൈവം കൊണ്ടുവരണമെങ്കിൽ അവൻ എന്നാ ചെയ്യണം? What should a man do so that God would bring him to his plan? ഒറ്റ കാര്യം ചെയ്താൽ മതി. He only needs to do one thing. ഭക്തിയോടെ ജീവിച്ചാൽ മതി. He needs to live in വേറെ godliness. ഒന്നും ചെയ്യണ്ട. Nothing else. ഭക്തിയോടെ ജീവിക്കുന്ന ആളിനെ ദൈവം കൈക്ക് പിടിച്ച് അവന്റെ പ്ലാനിലേക്ക് കൊണ്ടുവരും. A man who lives in godliness, God would hold his hand and align him to his plans. നമുക്ക് തിരിച്ചു വരാം. Let us come back. സദൃശവാക്യം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 13-ാം വാക്യത്തിൽ In Proverbs 8 verse 13 we read, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാണ്, പകയോടുകൂടി അതിനെ
അതിനെ കാണുന്നത്. The fear of the Lord is to hate evil, and it sees it with much hate. നമ്മൾ ഓർത്ത പോലെ ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. This is the character of God. ദൈവത്തിന് ഈ സ്വഭാവത്തെ മാറ്റാനായിട്ട് കഴിയത്തില്ല. God cannot change this character. ആ സ്വഭാവമാണ് പത്രോസിന്റെ രണ്ടാം ലേഖനത്തിൽ നമുക്ക് നൽകി തന്നിട്ടുള്ളത്. It is this trait that is being shown to us in the second epistle of Peter. സെക്കൻഡ് പീറ്ററിലേക്ക് വരുമ്പോൾ, 2 പത്രോസിലേക്ക് വരുമ്പോൾ, When we come to 2 Peter, അതിന്റെ 1-ാം അധ്യായം in chapter 1, അതിന്റെ 4-ാം വാക്യത്തിൽ ഒരു പദപ്രയോഗമുണ്ട്. there is a phrase used in verse number 4. അവിടെ നമ്മൾ വായിക്കുന്നു ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവം എന്ന് നമ്മൾ വായിക്കുകയാണ്. There we read about divine nature. ആ ദിവ്യ സ്വഭാവത്തെ പറ്റി ഒരു കാര്യം അവിടെ പറയുന്നു. There is one thing that is stated about the divine ഈ nature. ദിവ്യ സ്വഭാവം ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇട നൽകി തരുന്നതാണ്. It is something that gives us a provision to be partakers of the divine nature, escaping the corruption that is in the world. അപ്പോൾ ദൈവത്തിന്റെ സ്വഭാവം പാപത്തെ വെറുക്കുന്നതാണ്. So the character of God is to hate sin, അത് ദൈവം പകയോടുകൂടെ പാപത്തെ കാണുകയാണ്. and God is seeing sin with hateful eyes. എന്റെ ഹൃദയത്തിലേക്ക് വരുന്നൊരു ചിന്ത പഠിക്കുന്നവരായതുകൊണ്ട് ഞാൻ പറഞ്ഞങ്ങ് പോകാം. Let me state a thought that comes to my mind because I'm a student. പാപത്തെ വെറുക്കാൻ, പാപത്തെ പകയ്ക്കാൻ ഒരു കാര്യം ഹൃദയത്തിൽ ചേർത്ത് ബന്ധിക്കണം. There is one thing that you need to have in your heart to hate sin, അത് പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. and that is stated thrice in chapter 1 of 2 Peter. അവിടെ ആദ്യം നിങ്ങൾ നോക്കുക, അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വന്നാൽ, When you come into the second verse, അവിടെ ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനം എന്ന് പറയുന്നുണ്ട്. there it talks about the knowledge of God and of Jesus our Lord. ഞാൻ ആവർത്തിക്കാത്ത സമയപരിധി കൊണ്ടാണ്. I am not repeating this in the interest of time. 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും The പരിജ്ഞാനം. knowledge of God and the Lord Jesus Christ in verse 2. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Then when you come to verse 3, നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനം. the knowledge of him who called us. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, And then when you come to verse 8, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം. there it talks about the knowledge of our Lord Jesus Christ. എന്താ ഇത്? What is this? അതിനെ വിശദീകരിക്കില്ല. I am not explaining it അതൊരു in detail. മണിക്കൂറുകൾ നീളുന്ന ഒരു പഠനമാണ്. It's a study that would stretch for hours. പക്ഷേ ഞാൻ ഒരു വാക്കിൽ ഇത് പറയാൻ പ്രേരണയുള്ളത് കൊണ്ട് ഇങ്ങനെ പറയാം. But let me state this in one phrase. The knowledge of Christ, ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ, The knowledge of Christ implies അത് ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള അറിവാണ്. it is the understanding of the character of Christ. ത്രിയേക ദൈവത്തിന്റെ ക്യാരക്ടറിനെ, നേച്ചറിനെ, സ്വഭാവത്തെ പറ്റിയുള്ള അറിവാണ്. It talks about the character, nature, behavior of the triune God. അത് അറിയുമ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാകും. When you know that, you would understand this one thing. നമ്മുടെ കർത്താവ് സ്വർഗത്തിലെ ദൈവം പാപത്തോട് വിട്ടുവീഴ്ച ചെയ്യാതെ പാപത്തെ That the വെറുക്കുന്നു. God of heaven has no compromise and hates sin in that extent. ഇന്ന് രാത്രി വളരെ വ്യക്തമായി ഞാൻ ഇങ്ങനെ പറയട്ടെ. Let me very specifically state this പ്രിയ to you this ദൈവത്തിന്റെ evening. പൈതലേ, നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം ഇവിടെയാണുള്ളത്. Oh child of God, here is a solution for all your sins. ആത്മിക തൃപ്തി ഇല്ലായ്മ പരിഹരിക്കപ്പെടേണ്ടത് ഇവിടെയാണ്. This is where you need to find a solution to the fact that you're spiritually dissatisfied. എത്ര തിരക്കുണ്ടെങ്കിലും, തിരക്ക് എനിക്കറിയാം, ഞാൻ അതിനെ കുറ്റം പറയുകയില്ല. I understand if you say you're busy, and I'm not finding fault in it. പക്ഷെ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ജീവിതത്തിന്റെ അവസാനം ദുഃഖിക്കേണ്ടതായിട്ട് But വരും. if you don't do what I'm about to state, then you would regret it at the end of your life. അത് മറ്റൊന്നല്ല, It is nothing else but ദൈവത്തിന്റെ സ്വഭാവത്തെ വളരെ ഡീപ്പായിട്ട് അറിയാൻ സാധിക്കും. we must be able to know the character of God deeply. ദൈവത്തിന്റെ പാപത്തെ വെറുക്കുന്ന സ്വഭാവത്തെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയണം. We must very clearly understand the character of God on how it hates sin. അതിനൊറ്റ വഴിയേ ഉള്ളൂ. There is only one way for it. ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയണം. You need to turn to the word of God. ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ തിരക്കുണ്ടെങ്കിലും സമയം വേർതിരിക്കണം. You must separate time even if you're busy for the word of God. എനിക്കൊരു സഹോദരി അറിയാം. I know of a sister. ആ സഹോദരി ബ്രദറുകാരിയല്ല. She is not from the brethren ഞാൻ fold. താമസിക്കുന്ന വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ്. A family that resides close to where I live. കുറച്ച് നാളുകളായി ഞാൻ ആ കുടുംബത്തെ പരിചയപ്പെട്ടിട്ട് I am acquainted with them for a while വളരെ now. മാതൃകയോടെ ജീവിക്കുന്ന ഒരു
കുടുംബം, a family that lives an exemplary life. ആ സഹോദരൻ നല്ലൊരു സഹോദരനാണ്. That brother is a good brother. പക്ഷെ അതിനേക്കാൾ നല്ലതാണ് ആ സഹോദരി. But that sister is more better than him. 40-42 വയസ്സ് അവർക്കുണ്ടാകും. She may be 42 years old. അദ്ദേഹം എന്നോട് പറഞ്ഞു, പുള്ളിക്ക് ഇഷ്ടം ഈ ചെറിയ മീനാണ് പുള്ളിക്ക് ഇഷ്ടം കഴിക്കാനായിട്ട്. He said that he likes small fishes. അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് ചെറിയ മീൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. And so he would buy a lot of these small fishes to make curry. ഇതെല്ലാം ഈ പുള്ളിക്കാരി ചെയ്യണം. And this sister has to cook this. സ്നേഹിക്കുന്നവരാണ്ട് ഒത്തിരി ഗസ്റ്റും ഉണ്ടാവും. And because they love many people, they have a lot of guests. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജീവിതത്തിന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് After all things that are necessary for life is through, മിക്ക ദിവസവും എല്ലാ ദിവസവും രാത്രി ഒരു 12 മണി കഴിയുമ്പോൾ ഈ പുള്ളിക്കാരി കട്ടിലിൽ എഴുന്നേറ്റു. usually at about 12 o'clock in the night, this sister would get off her bed. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ ഇതൊന്നും അറിയാനായിട്ട് ഇവൾ എവിടെയാ പോകുന്നത്? ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഇവള് പതുക്കെ എഴുന്നേറ്റങ്ങ് പോവുകയാ. Usually I see her leave the bed as soon as I sleep, and one day I was curious. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഇവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ ചോദിച്ചില്ല, നോക്കിയെന്ന്. And so this brother said, I decided to look as to what she was doing and not ask her. വീട്ടിലെ എല്ലാ ജോലിയും തീർത്ത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്തിട്ട് After all responsibility of her in her home was through, 12 മണി മുതൽ വെളുപ്പിനെ 4 മണി വരെ എല്ലാ ദിവസവും ആ സഹോദരി ദൈവവചനം പഠിക്കും. from 12 in the night to early morning 4, she would study the word of God. അവരുടെ വായിൽ നിന്ന് വേണ്ടാത്ത ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. I have not heard a word that is unnecessary from her mouth. ആ സഹോദരി വളരെ ശാന്തമായി നിൽക്കുന്നതല്ലാതെ, അടുക്കളയ്ക്കകത്ത് നിൽക്കുന്നതല്ലാതെ പലപ്പോഴും ഞാൻ ഒന്നും കണ്ടിട്ടില്ല. I have not seen anything else of that sister aside the fact that she is calm and usually in the kitchen. പക്ഷെ അവളെ കാണുമ്പോൾ ഒന്നറിയാം, But there is one thing that you will know when you look at her, അവളിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനമുണ്ട്. that she has the knowledge of Christ in her. അവൾക്ക് ആത്മീയമായ വളർച്ചയുണ്ട്. She has spiritual growth. അവളിൽ ദിവ്യ സ്വഭാവമുണ്ട്. She has a divine nature. പാപത്തെ വെറുക്കാനായിട്ട് കഴിയുന്നുണ്ട്. She is able to hate sin. ഭക്തരായി ജീവിക്കാൻ ആ സഹോദരിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. There is no difficulty for her to live a godly life. എന്നാൽ ലോകമനുഷ്യനെ നോക്കിക്കേ. But look at the carnal man. നമുക്ക് തിരുവചനത്തിലേക്ക് ഒന്ന് തിരിയാം. Let us turn to the scriptures. 36 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. Let's turn to Psalm 36. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ 4-ാം വാക്യം ആദ്യം എടുക്കാം. 36 സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് ആദ്യം കടന്നു. Let's come to verse number 4 of Psalm 36. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്. There we read like this. അവൻ തന്റെ ദുഷ്ടൻ തന്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. That the evil man would devise mischief upon his bed. കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു. He stands in a way that is not good. ദോഷത്തെ അവൻ വെറുക്കുന്നതുമില്ല. He does not abhor or hate evil. ഇതാണ് ഒരു ദുഷ്ടന്റെ ജീവിതം. This is the life of an evil man. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, Let me state something like this. ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത വിശ്വാസിയുടെ ജീവിതത്തിലും ഇത് വരും. This would also come in the life of a believer who does not please God. ഭക്തരായി ജീവിക്കാൻ വചനം പഠിക്കാത്ത വിശ്വാസിയുടെ ജീവിതത്തിലും ഇനി പറയുന്ന കാര്യം വരും. These things would also come in the life of a believer who does not have the time to study the scriptures. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മറ്റൊരാളെ വിരൽ ചൂണ്ടരുത്. And so everyone seated here must not point his or her finger at others. പറയുന്നത് ജീവിതത്തിൽ ഉണ്ടോ നോക്കിയാൽ. But you must introspect and see if this is in your life. നോക്കുക, അവിടെ പറയുന്നു അവൻ തന്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. What it states here is that he thinks of evil upon his bed. എന്ന് വെച്ചാൽ ചിന്തയിൽ അവന് പാപമുണ്ട്. Which means there is sin in his thought. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇത് ആരും അറിയുകയില്ല. What we tend to think is that nobody knows about it. പക്ഷേ ഈ ചിന്തയിലെ പാപത്തിന് വലിയ പ്രാധാന്യം ദൈവം കൊടുക്കുന്നുണ്ട്. But God gives great importance to the sin that is in our thoughts. പിശാചായത് ലൂസിഫറാണ്. It was Lucifer who became the devil. ലൂസിഫർ ഹൃദയത്തിലാ പറഞ്ഞത്. Lucifer said it in his heart. ആ ഹൃദയത്തിലെ പാപം അവനെ സ്വർഗ്ഗത്തിൽ നിന്ന് വീഴാൻ കാരണമായി. The sin of his heart resulted in him falling from heaven. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം നാം കിടക്കയിൽ കിടന്നുകൊണ്ട് ചിന്തിക്കുന്ന അധമമായ പാപചിന്തകളെ ദൈവം കാണുന്നുണ്ട്. Which means that God is able to visualize and see the thoughts that are sinful in your mind while you're on your bed. സ്വർഗ്ഗത്തിലെ ദൈവം ഭക്തന്റെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ ദൈവം
അംഗീകരിക്കില്ല. The God of heaven will not approve of it if it is in the mind of a godly man. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പ്രസംഗിക്കുമ്പോഴും ഹൃദയത്തിൽ ചിന്തിക്കാം. This is what I stated in that even while we are preaching, it is possible for us to have evil thoughts. ആരാധിക്കുമ്പോഴും ഹൃദയത്തിൽ ചിന്തിക്കാം. It is also possible for us to have these kind of thoughts during worship. പക്ഷെ ദൈവം പറയുക, ഇത് നിന്റെ സ്വഭാവമല്ല മോനെ. But God says that this is not your nature, my son. ഇത് ദുഷ്ടന്റെ സ്വഭാവമാണ്. This is the nature of the evil one. ഇത് അഭക്തന്റെ സ്വഭാവമാണ്. This is the nature of the ungodly. എന്നിട്ട് വീണ്ടും പറയുക 4-ാം വാക്യത്തില്, But then he goes on to state in verse 4 കൊള്ളരുതാത്ത വഴിയിൽ അവൻ നടക്കുന്നു. that he goes in the way that is not good. ആദ്യം പറഞ്ഞു ചിന്തയിൽ പാപമുണ്ട്. First he spoke about the sin in the thought. പിന്നെ പറഞ്ഞു നിന്റെ നടപ്പിൽ പ്രവൃത്തിയിൽ പാപമുണ്ട്. And then he goes on to state that there is a sin in the way you walk. എന്നിട്ട് നോക്കുക 36-ാം അധ്യായ സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Now when you come to verse number 1 of Psalm 36, അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. it says that there is no fear of God before his eyes. 2-ാം വാക്യം എന്നാ? What does the second ഇന്ന് verse state? രാത്രി ആ 2-ാം വാക്യം നമുക്കൊരു മുന്നറിയിപ്പാണ്. The verse number 2 is a warning for us this evening. അത് മറ്റൊന്നല്ല, Nothing, it is തന്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ലെന്ന് അവൻ തന്നോട് തന്നെ എന്ത് ചെയ്യുന്നു? മധുരവാക്ക് പറയും. he flattereth himself in his own eyes until his iniquity be found to be hateful. പാപം ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? What do we have in our mind when we sin? നമ്മൾ പാപത്തിൽ, പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം അല്ല, പല പാപങ്ങളുണ്ട്. ദൈവത്തിന് സമയം കൊടുക്കാത്തത് പാപം. What we tend to think of sin may not necessarily be sin. Not giving time to God also is sin. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വിടാൻ മനസ്സില്ലാത്തത് പാപം. It is a sin for us to not have the mind to let our children be in the work of the Lord. ദൈവത്തിന്റെ വചനം കേട്ടിട്ടും അനുസരിക്കാത്തതും പാപം. To not obey after listening to the word of God is also sin. ഈ പാപങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്. When we commit these sins, there is a thought in our mind, അതാണ് ദുഷ്ടന്റെയും ചിന്ത. and that is also the thought of the evil man. എന്റെ കുറ്റം തെളിഞ്ഞു വരത്തില്ല, That my iniquity will not be found out. എന്ന് വെച്ചാൽ എന്നെ പിടിക്കുകയില്ല ആരും. Which means no one's going to catch hold of me. എനിക്ക് ഇങ്ങനെ അങ്ങ് പോകാം. It is possible for me to continue in this way. പാപത്തെ പറ്റി ഒരു പ്രയോഗം തിരുവചനത്തിലുണ്ട്. There is a usage of sin in the scriptures. അത് ഇങ്ങനെയാണ്. This is that phrase അത് സർപ്പം പോലെ തിരിഞ്ഞു കുത്തും. that it would bite you like an adder or a serpent. ഒരു പാമ്പിനെ എത്ര സ്നേഹത്തോടെ പിടിച്ചാലും അത് കടിക്കും. Irrespective of how lovingly you hold a snake, it would tend to bite. ഒരു പക്ഷെ പെട്ടെന്ന് കടിച്ചില്ല എന്ന് വരാം. Perhaps it may not bite you immediately. രക്ഷപ്പെടാൻ സമയം തന്നു എന്ന് വരാം. It may give you time to escape. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായിട്ട് പറയാം. Let me state this very specifically this evening. ജീവിതത്തിലെ പ്രവൃത്തികളിലെ പാപമാകട്ടെ, Let it be the sins in the actions of our life, ചിന്തയിലെ പാപമാകട്ടെ, or the sins in our thoughts. ഏത് പാപവും ഇന്ന് തെളിയാതെ ഇരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. There is only one reason why these are not being found out. ദൈവം നിനക്ക് സമയം തന്നുകൊണ്ടിരിക്കുകയാണ്. It is because God is giving you time. എന്നാൽ ആ സമയത്ത് നീ മനസ്സ് തിരിയാതെ ഭക്തിയിലേക്ക് വരാതിരുന്ന, But if you do not turn your mind in the time that God is giving you and come to ഒരു godliness, സംശയവും വേണ്ട, there is no doubt നിന്റെ പാപത്തിൽ നീ പിടിക്കപ്പെടും. that you will be caught in your sin. പക്ഷെ പാപം ഇതാണ് ഇവൻ പറയുന്നത്, എന്റെ പാപം പിടിക്കപ്പെടുകയില്ല. This is what he says, the evil one, that his sin will not be found out. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I do not know, but let me state this. If there is anybody with this thought, താഴേക്ക് വരുമ്പോ ഒരു കാര്യം പറയുന്നു 4-ാം വാക്യത്തിൽ, in verse number 4, there is something that is said. അവൻ ദോഷത്തെ വെറുക്കുന്നതുമില്ല. He does not hate evil. 2 വാക്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് രാത്രി അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Let me quote 2 verses and then conclude for this evening. 38-ാം സങ്കീർത്തനത്തിൽ പാപം വന്നു പോയാൽ, ഭക്തികേട് വന്നു പോയാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? In Psalm 38 we read about what would happen to us if ungodliness comes into our lives. നമ്മുടെ ജീവിതത്തിൽ പാപം വരാം. It is possible for sin to come. അത് പെർമിറ്റഡ് അല്ല, It is not permitted. പക്ഷെ വന്നു പോകാം.
but it could come, അത് മാറ്റണം. and we need to change it. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? If it comes, what do we need to do? ദൈവഭക്തിക്ക് വിരുദ്ധമായി വന്നാൽ ഇനി പറയുന്ന കാര്യം വരച്ചിട്ടോണം. If it comes against godliness, what I'm about to state is something that you must underline. 3 ദിവസത്തേക്കുള്ളതല്ല കേട്ടോ. This is not for 3 days, മറിച്ച് ജീവിതത്തിന്റെ അന്ത്യം വരെയുള്ളത്. but it is to the end of your life. 38-ാം സങ്കീർത്തനം 18-ാം വാക്യം. Psalm 38 and verse number 18. ഞാൻ എന്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു, For I will declare mine iniquity. എന്റെ പാപത്തെ കുറിച്ച് ദുഃഖിക്കുന്നു. I will be sorry for my sin. എന്റെ പാപത്തെ കുറിച്ച് ദുഃഖിക്കുന്നു. I will be sorry for my sin. എന്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു. I will declare my sin or iniquity. പരസ്യമായ പാപം പരസ്യമായി ഏറ്റുപറയണം. Public sins must be confessed publicly. നിന്റെ സഹോദരൻ നീ പരസ്യമായിട്ടാണ് വേദനിപ്പിച്ചതെങ്കിൽ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ പരിഹാരമാവത്തില്ല. If you have publicly hurt your brother, then asking for forgiveness, visiting his residence will not be a solution. നീ അത് പരസ്യമായി ഏറ്റുപറയണം. You need to confess or say sorry publicly. എന്നാൽ അത് വീട്ടിൽ രഹസ്യമായിട്ടാണെങ്കിൽ നീ പരസ്യമാക്കണ്ട, രഹസ്യമാക്കി പറഞ്ഞാൽ മതി. But if it is something that happened within the confines of a house, then you need to keep it private. പക്ഷെ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ, But if you do not confess, നിന്റെ പാപത്തിൽ നീ തുടരുകയും ദൈവം നിന്നെ ശിക്ഷിക്കുകയും നീ പിടിക്കപ്പെടുകയും ചെയ്യും. then you will continue in your sin, God would get hold of you and you will be punished. ആരെല്ലാം ഭക്തരാണെന്ന് പറഞ്ഞാലും ദൈവം നിനക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരത്തില്ല. Irrespective of whoever calls you godly, God would not give you ഇന്ന് a രാത്രി certain good പാപത്തെ കുറിച്ചൊന്ന് ദുഃഖിക്കാനായിട്ട് സാധിക്കുമോ? certificate. Is it possible for you to repent or mourn about your sin? എന്റെ പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിന്റെ വീഴ്ച ഇന്ന് സമ്മതിച്ചാൽ ഇന്ന് മുതൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങും. Oh my dear brother, if you are able to confess the fall in your life, God can use you. ദൈവത്തിന്റെ ഒരു കമാൻഡ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. Let me state a command of God and conclude. അത് 97-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിൽ, And that is in the 10th verse of Psalm 97. 97-ാം സങ്കീർത്തനം 10-ാം വാക്യത്തില് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. Let me just state one thing from Psalm 97:10. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ എന്ന് നമ്മൾ വായിക്കും. He that love the Lord hate evil. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. Everyone who loves the Lord hate evil. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെ ഞാൻ വെളിപ്പെടുത്തുന്നത്? So how do I reveal the love I have for God? ഞാൻ ഭക്തനായി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ആറ്റിറ്റ്യൂഡിനെ ഞാൻ റിഫ്ലക്ട് ചെയ്യുക. When I live a godly life, I begin to reflect the attitude or character of God. ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. Let me state this and conclude. ഇന്ന് രാത്രി വേറെ ഒന്നും നമ്മൾ നേടിയില്ലെങ്കിലും കുഴപ്പമില്ല. Even if we do not gain anything else this evening, ഇന്ന് രാത്രി തിയോളജി നിനക്ക് അറിയത്തില്ലേലും കുഴപ്പമില്ല. even if you do not know theology this evening, നീ മറ്റൊന്നും ചെയ്യണ്ട. you don't have to do anything പക്ഷെ else. ദൈവത്തിന് നിർബന്ധമുള്ള ഒരു കാര്യം ചെയ്തേ പറ്റൂ. But there is something that is compulsory for God, അത് ദൈവത്തോട് ഭക്തരായി ജീവിക്കാൻ തീരുമാനം. and that is to live a godly life for Him. അതിന് ആദ്യം നമ്മൾ ഓർത്തത് So the first thing that we thought about for it പാപത്തെ വെറുക്കണം. is to hate sin. പാപത്തോട് ദേഷ്യമുണ്ടാകണം. You must have an anger towards sin. പാപത്തെ പകയ്ക്കണം. You must despise sin. നിന്റെ അടുക്കലേക്ക് വരുന്ന പാപത്തോട് സ്ട്രിക്ട്ലി നോ എന്ന് പറയാൻ നിനക്ക് സാധിക്കും. It must be possible for you to strictly say no to the sin that comes to you. ആദ്യത്തെ ക്ലാസ്സിൽ ദൈവം നമ്മൾ ഇടപെട്ടു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. I completely believe that God interacted with us in the first class. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തുടരാം. Let us continue with great prayer, with much prayer. ഇന്ന് രാത്രിയും പിശാച് നിങ്ങളുടെ അടുക്കലേക്ക് വരും. It is sure that the devil would come to you this evening. ചിന്തകൾ കൊണ്ടുവരും. He would bring thoughts, പ്രവൃത്തികൾ കൊണ്ടുവരും. bring actions. പക്ഷെ ഇന്ന് രാത്രി കേട്ട ദൈവവചനത്തോട് വിശ്വസ്തരായി തീരും. But be faithful to the word of God that you heard this evening. ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us. Thank you.